हैं, देन उसके बाद क्लासेस स्टार्ट कर देते हैं। ഓക്കെ മാം, ഓക്കെ മാം. जी थैंक यू നമ്മൾ मैम। കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള നൂഡിൽസ് കൊണ്ടുള്ള 3 വിഭവങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് ആദ്യം പായസം ഉണ്ടാക്കാം, നൂഡിൽസ് കൊണ്ടുള്ള പായസം. അപ്പോ അതിനു വേണ്ടിയിട്ട് 1 ലിറ്റർ പാല് നമ്മൾ തിളപ്പിക്കാനായിട്ട് വെച്ചിരിക്കുകയാണ്. മാഡം എല്ലാവർക്കും ഒരു ഗുഡ് ആഫ്റ്റർനൂൺ ആശംസകൾ ഇന്നത്തെ ദിവസം തന്നിട്ടുണ്ട്. അതിനുശേഷമുള്ള നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും വെക്കുകയാണ്. तो ये वाला जो वेजीज है हमारा तक्काली चॉप, समोड़ा चॉप, मल्लीला चॉप, पच्चा मुलगा अगर स्पाइसी नहीं है तो चॉप, ये वाला हमारा लगेगा नूडल्स फेल के अंदर, और एक छोटा पीस चेरी नारंगिया का, ठीक है, लेमन का। यहाँ तक सही बोला मैम? നമ്മളിവിടെ തക്കാളി, അതുപോലെ പച്ചമുളക്, മല്ലിയില, സവാള, അതുപോലെ തന്നെ ചെറുനാരങ്ങയുടെ ഒരു പീസ്, ഇതെല്ലാം നമ്മളവിടെ റെഡിയാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. उसी के साथ साथ नेक्स्ट वाला जो वेजीज है हमारा स्लाइस कट समोड़ा, स्लाइस कट ग्रीन चिल्ली 1 और 2 पीसेस अगर स्पाइसी नहीं है, और थोड़ा सा पच्चा मुलगा। अगर किसी के पास स्प्रिंग अनियन है, हरा वाला प्याज, तो वो काम में ले, बहुत अच्छा टेस्ट आता है उसका। അതിനോടൊപ്പം നമ്മൾ സവാളയും അതുപോലെ തന്നെ കുറച്ച് പച്ചമുളകും അരിഞ്ഞ് നമ്മൾ റെഡിയാക്കിയിട്ട് ഒരു പാത്രത്തിൽ നീക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയും. ഓവർ ടു യു മാം. जी थैंक यू। तो बाकी इंग्रेडिएंट साइड में रखते हैं, साथ ही साथ यहाँ पर वर्तुल्ली, इंची और पच्चा मुलगा, हमने जिंजर गार्लिक और ग्रीन चिली को क्रश कर लिया है मिक्सर में, मतलब कि या तो फाइन चॉप कर लीजिए या क्रश कर लीजिए। ബാക്കി പറയുന്നത് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ഇൻഗ്രീഡിയൻസ് ആണ്. അത് നന്നായി ചതച്ച് നമ്മൾ പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. വേറെ പച്ചമുളക് നമ്മൾ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും റെഡിയാക്കിയിട്ട് നമ്മൾ നീക്കി വെച്ചിട്ടുണ്ട്. अब सबसे पहले हम लोग पायस बना रहे हैं यहाँ पर नूडल्स का, तो 2 पैकेट आप नूडल्स लीजिए। उसी के साथ साथ आपको यहाँ पर 100 ग्राम शुगर लेनी है, या आप जो स्वीटनर मिलाना चाहते हैं, जेगरी पाउडर, गुड़ का पाउडर या शुगर फ्री, तो उसको आपने बाद में ऐड करना है। तो अगर शक्कर काम में ले रहे हैं तो साथ साथ ऐड करना है, अगर शक्कर काम में नहीं, उसकी जगह दूसरा स्वीटनर डाल रहे हैं, तो वो पायस बनने के बाद ऐड करना है। നമ്മൾ പായസത്തിനായിട്ട് 1 ലിറ്റർ പാലിലേക്ക് 2 നൂഡിൽസ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിനെ നമ്മളത് നന്നായി പൊടിക്കുന്നുണ്ട്. മാഡം ചെയ്യുന്നത് കണ്ടെല്ലാവരും. മസാല നമ്മൾ നീക്കി വെക്കണം പായസം ഉണ്ടാക്കാനായിട്ട്. എന്നിട്ട് 100 ഗ്രാം പഞ്ചസാരയും കൂടി നമ്മൾ എടുക്കണം. അതും റെഡിയാക്കി നമ്മൾ നീക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കസ്റ്റാർഡ് പൗഡറും അതുപോലെ ഡ്രൈഡ് ഫ്രൂട്ട്സ് ഒക്കെ പറഞ്ഞിരുന്നു. അതൊക്കെ നിങ്ങളുടെ കയ്യിൽ റെഡി ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ. अब उसी के साथ साथ आपको ग्रीन कार्डमम पाउडर 2 पिंच लेना है, हरी इलायची का पाउडर 2 पिंच, 2 നുള്ള് ഏലക്കായ പൊടിച്ചത്, നല്ല വെളുത്ത പൗഡർ ഏലക്കായ പൊടിച്ചത്. നമുക്ക് അത് 2 നുള്ള് വേണമെന്നാണ് മാഡം പറഞ്ഞിരിക്കുന്നത്. അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. साथ ही आपको ड्राई फ्रूट्स की कटिंग लेनी है। यहाँ पर कुछ भी ले सकते हैं, पिस्ता वैसे ऊपर से गार्निश करने में अच्छा लगता है, मैंने किशमिश, काजू, बादाम और चिरंजी लिया है। നമ്മൾ ഡ്രൈഡ് ഫ്രൂട്ട്സ് പറയുന്നത് നമ്മൾ കുറച്ച് പിസ്ത, അതുപോലെ തന്നെ ബദാം, അതുപോലെ നമ്മുടെ മുന്തിരി, ഇത് കാഷ്യൂനട്ട് ഒക്കെ നമ്മൾ ചെറിയ പീസുകളാക്കി അരിഞ്ഞിട്ട് നമ്മൾ അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കസ്റ്റാർഡ് പൗഡറും നമ്മളോട് പറഞ്ഞിട്ടുണ്ടായി, അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നന്നായി നൂഡിൽസിനെ പൊടിച്ച്, നമുക്കറിയാം നമ്മൾ ബാമ്പിനോ പായസം ഉണ്ടാക്കുമ്പോൾ ചെറിയ ഇതായിട്ടാണ് വരാറ്. അപ്പൊ ആ രീതിയിൽ നമ്മൾ നല്ല രീതിയിൽ ചെറിയ പീസുകളാക്കിയിട്ട് റെഡിയാക്കി വെക്കുക. മാഡം കൈകൊണ്ട് ചെയ്തത് കണ്ടു എന്ന് വിശ്വസിക്കുന്നു. അതിന്റെ മസാല നീക്കി വെക്കുക. ഓവർ ടു യു മാം. साथ ही आपको ये 1.5 स्पून कस्टर्ड पाउडर लेना है, मतलब कि 10 से 12-15 ग्राम के बीच में। 1 ടീസ്പൂൺ നമുക്ക് കസ്റ്റാർഡ് പൗഡർ ആണ് പറഞ്ഞത്. അതായത് 15-20 ഗ്രാമോളം കസ്റ്റാർഡ് പൗഡർ ആണ് നമ്മൾ ഈ 1 ലിറ്റർ പായസത്തിലേക്ക് ഉപയോഗിക്കുക. अब क्योंकि हम लोग ये इंस्टेंट खीर बना रहे हैं, इसलिए कस्टर्ड पाउडर यूज ले रहे हैं। अगर आप कस्टर्ड पाउडर नहीं है और यूज में नहीं लेना चाहते तो फिर मिल्क की मात्रा बढ़ा दीजिएगा। उसे बहुत देर आपको गर्म करना पड़ेगा ताकि उसमें थिकनेस आ जाए। चलिए, तो अभी 2 तरह से मैं आपको नूडल्स खीर के लिए, नूडल्स पायस के लिए नूडल्स इस्तेमाल करना बताती हूँ। एक तो ये जो घी में रोस्ट कर सकते हैं आप, घी में रोस्ट करके छोटा छोटा पहले तो इसका पीसेस कर दीजिए,
उसके बाद घी में रोस्ट कर दीजिए, उसके बाद आप इसके अंदर मिला सकते हैं। और अगर आप कोकोनट मिल्क में बना रहे हैं तब भी अच्छा फ्लेवर आता है, तो कोकोनट मिल्क में भी बना सकते हैं। तो मेरे पास नॉर्मल मिल्क है। നമ്മൾ സാധാരണ പാലില് പശുവിൻ പാലിലും ഉണ്ടാക്കും, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തേങ്ങാപ്പാലിലും നമുക്ക് പായസം ഉണ്ടാക്കാം. അപ്പൊ അത് ഏതാണ് നമ്മുടെ ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു നല്ല ഫ്ലേവർ കിട്ടാനായിട്ട് തേങ്ങാപ്പാല് നല്ലതാണ് എന്നാണ് മാഡം ഇപ്പൊ പറഞ്ഞത്. മ്യൂട്ടാക്കി വെക്കുക കേട്ടാ. ആരും അത് ഓൺ ചെയ്ത് ഇപ്പൊ സംസാരിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ വരുമ്പോ എന്താ ഉണ്ടാവാന്ന് വെച്ചാൽ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങള് അതേ രീതിയിൽ നിങ്ങളിലേക്ക് എത്താതെ വരും. അതുകൊണ്ടാണ് സംസാരിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യണവരുടെ ഞാൻ മ്യൂട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ വീണ്ടും അത് ഓപ്പൺ ആക്കിയിട്ട് വരല്ലേ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മാത്രം വരാം. ഇപ്പൊ നമ്മൾ മാഡം അതെ, നമ്മള് ഓൾറെഡി നൂഡിൽസ് വെള്ളത്തിലിട്ട് 100% 80% വേവിച്ച് വെച്ചിട്ട് അത് ഊറ്റി വെക്കാനൊക്കെയാണ് പറഞ്ഞിരുന്നു. അപ്പൊ ഇപ്പൊ എന്താ ചെയ്യാ ഇതിന്റെ കൂടെ? ഇതിപ്പോ നേരിട്ടല്ല അതിലേക്കല്ലേ ഇടണേ? चलिए, तो नूडल्स मैंने यहाँ ऐड कर दिया छोटा छोटा पीसेस करके, चेरिए चेरिए पीसेस किया उसका, देन ऐड इट इनटू इन द मिल्क। अभी हम लोग 100 ग्राम जो है शुगर ऐड कर रहे हैं। उसके हेलो? साथ साथ हम लोग शुगर के साथ साथ यहाँ पर 200 ml पानी, वाटर, क्योंकि ये फुल टोन मिल्क है, मतलब कि क्रीमी मिल्क है, तो मैं 200 ml यहाँ पानी ऐड कर रही हूँ, 200 ml वाटर। ഹലോ നമ്മൾ മാം? 2 നൂഡിൽസിനെ നന്നായി പൊടിച്ചിട്ട് നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 200 ml വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നല്ല കട്ടിയുള്ള പാലാണത്, അതുകൊണ്ടാണ് 200 ml. ഒപ്പം നമ്മൾ 100 ഗ്രാം പഞ്ചസാര അതും നമ്മൾ ചേർത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നന്നായി ഇളക്കി വെക്കുന്നുണ്ട്. ഇനി ആ अभी പഞ്ചസാര मैंने അതിൽ यहाँ നമുക്ക് पर थोड़ा सा मिल्क साइड में निकाल लिया है, ताकि जब ये ठंडा होगा तो मैं कस्टर्ड पाउडर इसमें डिजोल्व कर लूंगी, घोल लूंगी, ताकि उसमें लम्स ना पड़े, और फिर उसके बाद मैं पायस में ऐड कर दूंगी। ഓക്കെ മാം. നമ്മൾ 100 ml പാല് അതിൽ നിന്ന് നീക്കി വെച്ചിരിക്കുകയാണ് ഒരു പാത്രത്തില്. എല്ലാവരും ക്യാമറയിലേക്ക് നോക്കാം. 100 ml പാല് നമ്മൾ ഒരു പാത്രത്തിലേക്ക് പകർത്തി വെച്ചിരിക്കുകയാണ്. കാരണം നമ്മുടെ കസ്റ്റാർഡ് പൗഡർ നമുക്കൊരു 20 ഗ്രാമോളം മിക്സ് ചെയ്തിട്ട് വേണം. നമ്മൾ ചൂടിലേക്ക് ഈ പൊടിയായിട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് കട്ട പിടിക്കും. അത് കട്ട പിടിക്കാതിരിക്കാൻ ഈ ഒഴിച്ചു വെച്ചിരിക്കുന്ന പാല് ചൂടാറുമ്പോൾ തണുക്കുമ്പോൾ അതിൽ നമ്മൾ കസ്റ്റാർഡ് പൗഡർ ഇട്ട് ഇളക്കിയതിന് ശേഷം അതാണ് നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. अभी साथ में हम लोग ग्रीन कार्डमम पाउडर 2 पिंच, इलायची पाउडर भी ऐड कर देंगे और ड्राई फ्रूट्स भी ऐड कर देंगे। मिल्क 1 लीटर ही था मैम 2 पैक में। ഷുഗർ ഇട്ടാ? അത് നമ്മൾ പറഞ്ഞല്ലോ ഓൾറെഡി. നമ്മൾ ഒരു 2 പാക്കറ്റിന് 1 ലിറ്റർ പാലാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. നമ്മളിപ്പോ ഡ്രൈഡ് ഫ്രൂട്ട്സ് കുറച്ചിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഏലക്കായയുടെ പൊടിയും നമ്മൾ ഇട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. तो ये मसाला शेषे साइड में रख देते हैं, बाद में दूसरी डिशेस काम में ले लेंगे। മസാല നമ്മൾ നീക്കി വെച്ചു. ആ മസാലകൾ നമുക്ക് വേറെ 2 ഡിഷുകൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് അവിടേക്ക് എടുക്കാം. तो अब जब तक नूडल्स अच्छे से फैल नहीं जाते, दूध के अंदर अच्छे से पक जाते हैं, तब तक इसे बॉईल करेंगे। उसके बाद कस्टर्ड पाउडर डिजोल्व कर कर मिला देंगे और एक बॉईल आने देंगे, उसके बाद बंद कर देंगे। मतलब कि आपका नूडल्स पायस बहुत जल्दी बनकर तैयार हो जाता है। ആ നമ്മുടെ നൂഡിൽസ് പായസം ഉണ്ടാക്കാൻ ഒത്തിരി എളുപ്പമാണെന്നാണ് മാഡം പറയുന്നത്. നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും അതിലിട്ട് നമ്മൾ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കാര്യം കൂടി ചെയ്യാനുള്ളൂ. നമ്മളിപ്പോൾ നീക്കി വെച്ചിരിക്കുന്ന പാല് അതൊന്ന് ചൂടാറുമ്പോൾ അതിലേക്ക് കസ്റ്റാർഡ് പൗഡർ 20 ഗ്രാം ഇട്ട് 15 തൊട്ട് 20 വരെ അത്രയും കസ്റ്റാർഡ് പൗഡർ ഇട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അതോടുകൂടി നമ്മുടെ പായസത്തിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞു എന്നാണ് മാഡം നമ്മളോട് ഇപ്പൊ അറിയിച്ചിരിക്കുന്നത്. अच्छा, इसमें एक मिस्टेक हुआ है आज क्रिस्टीना मैम, इसमें आधा पैकेट नूडल्स ही डालना है। अगर डाल दिया है सबने तो ठीक है, दूध की मात्रा बढ़ा लें, हाफ पैकेट मिल्क ही डालना था 1 लीटर दूध। ഓക്കെ, അതായത് നമ്മൾ ഒരു പാക്കറ്റ് ആണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് പകുതി ലിറ്റർ പാല് എടുത്താൽ മതി, 1/2 ലിറ്റർ പാല് എടുത്താൽ മതി. പക്ഷെ നമ്മൾ 2 എണ്ണം എടുത്തത് കൊണ്ടാണ് നമ്മളിപ്പോ 1 ലിറ്റർ പാല് എടുത്തിരിക്കുന്നത്. एक्चुअली मैं ज्यादा मिल्क लिया है, मैं ज्यादा बना रही थी नूडल्स, तो मैंने उस ओके, हिसाब ओके से मैम। ज्यादा ले लिया है। तो आप लोग हाफ पैकेट ही इसका इस्तेमाल करें, ताकि ये बहुत थिक नहीं बनेगी। और अगर 2 पैकेट डाल लिया तो मिल्क की मात्रा बढ़ा लें।
शुगर ഓക്കെ का ഓക്കെ മാം, താങ്ക് യു. അതായത് മാഡത്തിന്റെ പാല് കൂടുതലുള്ളത് കൊണ്ടാണ് നമ്മൾ കൂടുതൽ പാല് വെച്ചത്. നമ്മുടെ കയ്യിൽ പാലിന്റെ അളവ് കുറവാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് കുറവ് ഉണ്ടാക്കിയാൽ മതി. കാരണം നമ്മൾ സെർവ് ചെയ്യണത് ഒരു ഗ്ലാസ്സിലോ മറ്റോ ആയിരിക്കും. അപ്പൊ കുറെ ഉണ്ടാക്കേണ്ട ആവശ്യകത ഇല്ല എന്നാണ് മാഡം പറഞ്ഞത്. അതായത് നമ്മുടെ കയ്യിൽ ഇപ്പൊ ഒരു പാക്കറ്റ് ഉള്ളൂന്നുണ്ടെങ്കിൽ നമ്മൾ ഹാഫ് ലിറ്റർ മിൽക്ക് എടുത്താൽ മതി. അപ്പോഴും നമുക്ക് 2-3 ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാനായിട്ടുള്ളത് അത് ഉണ്ടാവും. ഓക്കെ മാം, താങ്ക് യു. जी, तो 1 लीटर मिल्क में हाफ पैकेट नूडल्स, इससे आपका नूडल्स फैलने के बाद भी सारा मिल्क पूरा अपने अंदर ऑब्जर्व नहीं कर पाएगा, मतलब सॉक नहीं कर पाएगा। दूसरा, आपको नूडल्स के अंदर अगर इसमें और क्रीमीनेस लानी है तो मिल्क पाउडर ऐड कर सकते हैं, और इसमें कलर अच्छा लाना है लाइक रेस्टोरेंट की तरह, तो शुगर जो हमने अभी डायरेक्ट डाला है उसकी जगह उसे आप कैरमलाइज करके, मतलब कि पानी थोड़ा सा डाल कर ब्राउन कलर का करके ऐड करेंगे, तब भी पिंक कलर आ जाएगा आपकी नूडल्स पायस में। നമുക്ക് നമ്മുടെ കയ്യിലുള്ള പാലിന്റെ അവൈലബിലിറ്റി അനുസരിച്ച് നമുക്ക് ഇതിൽ ചേർക്കാവുന്നതാണ്. ഇനി ഇതല്ല, പഞ്ചസാരയ്ക്ക് പകരം നമുക്ക് കാരമിൽക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ചേർത്തിട്ടായാലും നമ്മുടെ ടേസ്റ്റ് നമുക്ക് പല രീതിയിലായിട്ട് മാറി വരുന്നതിനായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഇൻഗ്രീഡിയൻസ് അതിൽ ചേർത്തിട്ട് നമുക്ക് നമ്മുടെ ടേസ്റ്റിനെ ഒരു പിടികൂടി നന്നാക്കാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മളിപ്പോ ഇവിടെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്സ് ആണ് ചെയ്യുന്നത്. ഇപ്പതേ മാഡം നമ്മുടെ മറ്റേ പാല് നീക്കി വെച്ചത് ചെറിയൊരു ചൂടൊന്ന് കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് കസ്റ്റാർഡ് പൗഡർ ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കാണ്. ഇപ്പൊ നമ്മളത് ആഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കളറിന് ഒരു മാറ്റം വരില്ല. അപ്പൊ അത് കണ്ട ഒരു ചെറിയൊരു മഞ്ഞ കളറാണ് അല്ലെ, മറ്റേത് ഇങ്ങനെ വെളുത്തിരിക്കും. അപ്പൊ അതിലേക്ക് കുറച്ചൊരു കളറും കൂടി മാറ്റം വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കസ്റ്റാർഡ് പൗഡർ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. तो अभी हमने यहाँ पर अच्छे से कस्टर्ड डिसॉल्व कर दिया, इसे ऐड कर देंगे क्योंकि नूडल्स सॉफ्ट होने आए हैं, ये काफी जल्दी बन जाता है। इसे ऐड करके एक उबाल लेंगे, उसके बाद गैस का फ्लेम ऑफ कर देंगे। അതായത് നമ്മുടെ നൂഡിൽസിനെ ഒന്ന് സോഫ്റ്റ് ആക്കാനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ കസ്റ്റാർഡ് പൗഡർ ചേർക്കുന്നത്. അത് നന്നായി ഒഴിച്ച് മിക്സ് ചെയ്ത് നല്ല രീതിയിൽ അത് മിക്സ് ആയതിനു ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അതായത് നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് ഗാർണിഷ് ചെയ്യലാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ്. മാഡം നന്നായി ഇളക്കി കൊടുത്ത് അതിനെ മിക്സ് ആക്കി വെക്കുന്നുണ്ട്. तो मैंने गैस का फ्लेम ऑफ कर दिया है। अब ये नूडल्स जो है थोड़ी देर रखे रखे खुद ब खुद ठीक हो जाएंगे। दूसरी चीज ये है आपके लिए कि ये नूडल्स बाद में ठीक होंगे, तो इसे ठंडा कर कर अच्छे से फिर उसके बाद खाइएगा। നമ്മുടെ നൂഡിൽസ് പായസത്തിന്റെ ഒരു പ്രത്യേകത, ഇപ്പൊ നമ്മുടെ എല്ലാം റെഡിയായി നമ്മൾ നീക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊന്ന് കുറച്ച് തണുത്തതിന് ശേഷം കഴിക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ ആ നല്ലൊരു ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യുക. അതുകൊണ്ട് നമ്മളത് നീക്കി വെച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം അത് സെർവ് ചെയ്ത് കഴിക്കാനായിട്ട് ശ്രമിക്കുക. बचा हुआ जो ड्राई फ्रूट्स कटेंगे बाद में डालेंगे जब नूडल्स ठंडा हो जाएगा। अभी डालने पर ये अंदर चला जाएगा, तो जब इसके ऊपर एक मलाई का लेयर आ जाएगा तब हम बचा हुआ ड्राई फ्रूट्स का कटिंग गार्निशिंग में डालेंगे। അതായത് ഇപ്പൊ നമ്മൾ പായസത്തിലേക്ക് ഡ്രൈഡ് ഫ്രൂട്ട്സ് നമ്മൾ ഓൾറെഡി ചേർത്തു. ഇനിയുള്ളതും കൂടി ഇടാണെങ്കിൽ അത് ഈ ചൂട്ടോട് കൂടി അതിലിടുമ്പോ അത് അതിന്റെ ഉള്ളില് മുങ്ങിപ്പോവും. പക്ഷെ നമ്മൾ ഗാർണിഷ് ചെയ്ത് വെക്കാന്ന് പറയുമ്പോൾ കുറച്ച് തണുത്തതിന് ശേഷം നമ്മൾ സെർവിങ് ബൗളിലേക്ക് അല്ലെങ്കിൽ നമ്മളൊരു ഗ്ലാസ്സിലേക്കോ മറ്റോ പകർത്തിയിട്ട് അതിന്റെ മുകളിൽ ഇടാണെങ്കിൽ അത് തണുപ്പിലിട്ടാലാണ് അത് മുകളിൽ നിൽക്കുക. അതുകൊണ്ടാണ് കുറച്ച് ഡ്രൈഡ് ഫ്രൂട്ട്സ് അവിടെ ഇരിക്കുന്നത്. अब इसी तरह से अगर किसी फ्रूट का पल्प मिलाना है तो बाद में मिला सकते हैं आप लोग नूडल्स ठंडा होने के बाद, जैसे कि मैंगो वगैरह, तो मैंगो पायस बन जाता है ये आपको नूडल्स का। നമ്മുടെ പായസത്തിന്റെ എല്ലാം ഭംഗിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് നമ്മൾ സെർവിങ് ബൗളിലേക്ക് നമ്മൾ പകർത്തി കൊണ്ടുവരികയാണ്. നല്ല ചൂട് ആവി പാറുന്ന പായസമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പക്ഷെ അതൊന്ന് തണുത്തതിന് ശേഷം സെർവ് ചെയ്യലാണ്. നമ്മുടെ ഗൈഡ് ലൈൻസ് കുറച്ചുണ്ടായിരുന്നു, അത് എല്ലാവരും മറന്നുപോയി. എല്ലാവരുടെയും ക്യാമറ ഓൺ ചെയ്തിരിക്കാനാണ് നമ്മൾ ഇവിടെ പറയാറുള്ളത്. ആരും ക്യാമറ ഓൺ ചെയ്തിട്ടില്ല. ആകെ 2-3 പേര് മാത്രമേ ക്യാമറ ഓൺ ചെയ്തിട്ടുള്ളൂ കേട്ടാ. അത് ഒന്നും ശരിയല്ല. പർവീൺ മാം, വിജി, പിന്നെ അജിത മാം ഓക്കെ, വിജി മാഡം ഓൺ ചെയ്തിട്ടില്ല, അശ്വിനി മാം ഓക്കെ, ഡിംപിൾ മാം ഓക്കെ, ഫൗസിയ മാം തുറന്നിട്ടില്ല, ജോർജ് സാർ ഓക്കെ, മാലതി മാം ഇല്ല, മാരി മാം ഇല്ല, മിനി ഇല്ല, നിർമ്മല ഇല്ല, നിർമ്മല മാം ഓക്കെ, പ്രവീൺ സാർ ഇല്ല, പർവീൺ ഇല്ല, പാത്തുമ്മ ഇല്ല, രാധിക മാം ഇല്ല. ഇതൊന്നും ശരിയല്ല. രമ ഇല്ല. മീൻസ് നമ്മൾ ക്യാമറ ഓഫ് ചെയ്തിരിക്കുന്നത് നോക്കിയിട്ടാണോ പഠിപ്പിക്കുന്നത് ഭംഗി? നിങ്ങൾക്ക് എങ്ങനെയാ ഇഷ്ടം? നിങ്ങളൊരു ലൈവ് കൊടുക്കുമ്പോ ക്യാമറ ഓഫ് ചെയ്തിരിക്കുന്നതാണോ നല്ലത്?
എല്ലാവരുടെയും ക്യാമറകൾ ഓൺ ആവട്ടെ. ഇതിങ്ങനെ പറയാത്തത് കൊണ്ടാണ് എല്ലാ ദിവസവും നമ്മൾ ഹലോ മാഡം, എന്റെ ക്യാമറ ഓൺ ആണ്. ഓക്കെ. എന്റെ ക്യാമറ മാത്രല്ലല്ലോ, ഒത്തിരി ക്യാമറകളില്ല ഇവിടെ. രാധിക മാം ഓൺ അല്ല എന്ന് പറഞ്ഞോണ്ടാണ്. സൻസി മാം, അതെ, ഷീന മാം, രണ്ട് പേരില്ലേ, രണ്ട് ക്യാമറ ഇല്ല. ക്യാമറ എല്ലാവരും ഓൺ ആക്കിയിരിക്കൂ. നിങ്ങളുടെ വോയിസ് നിങ്ങൾ മ്യൂട്ട് ചെയ്യൂ. ആരും സംസാരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പറയണത് അല്ലെങ്കിൽ ക്ലിയർ ആവില്ല. മാലതി മാം ഓൺ ചെയ്തിട്ടില്ല, മേരി മാം ഇല്ല, മിനി കെയർ ഇല്ല, പാത്തുമ്മ ഇല്ല. പിന്നെ കുഴപ്പമില്ല, അതിന്റെ ഇടയ്ക്ക് ഒരാള് സരസ്വതി, സെൻസി, ഷീന, തിമേഷ്, ഓക്കെ മാം, പിന്നെ പ്രശ്നമില്ല. സുജാത, സുവർണ മാം, ഓക്കെ, യുവർ ഓക്കെ. ടെസി ആൻഡോ, തുളസീധരൻ സാർ, വിദ്യലക്ഷ്മി മാം, ഓക്കെ, നിങ്ങൾ ഓൺ ആണ്. ഇപ്പോഴും 5-6 പേരുണ്ട്. മാം കിച്ചണിലാണല്ലേ? ഹലോ എന്താ പറയുന്നത്? ഇനിയും വായിച്ചുണ്ടോ? ഇനി വായിച്ചില്ല. ഇനി ഇതാണല്ലേ ഉള്ളിമുളകൊക്കെ ചെയ്യണ്ട, അത് ചെയ്തിട്ടില്ലല്ലോ. കണ്ട, നമ്മുടെ കമ്പനിയുടെ ക്യാമറ ഓഫ് ആണ്. നമ്മൾ ഓൺ ആക്കാതെ ഇനിയിപ്പോ കമ്പനിയിൽ നിന്നും ചിലപ്പോ ഫോൺ ഓൺ ആക്കില്ല, മീൻസ് ക്യാമറ ഓൺ ആക്കില്ല. അത് ഓൺ ആയില്ലെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നമുക്ക് കാണണ്ടേ ഇത് എങ്ങനെയാ ചെയ്യണേന്നുള്ളത്. 185 പേരുള്ള നമ്മുടെ ഗ്രൂപ്പിൽ 40 പേരാണ് ലൈവ് ആയിട്ടുള്ളത്. എല്ലാവരും ലിങ്കിലെല്ലാം അപ്ലോഡ് ചെയ്യേണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ നമുക്ക് വേറെ കണ്ടന്റ് ഒന്നും വേണ്ട. ഉണ്ടോ ഇല്ലയെന്ന് ഒന്നും ഇപ്പൊ പറയണ്ട കേട്ടാ. ഇത് പറയണത് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാം. Vishakha ma'am, the camera is off here, so we can't get any vision from there. എട്ടാമത്തെ റൂം. ജാർഷ മാം, ചെയ്യാനാണ് നിന്നോട് ഞാൻ പിന്നെ Sorry, madam. Vishakha ma'am, the camera is off here. We cannot get the vision from this Kayanath ma'am. രണ്ട് നൂഡിൽസ് എടുത്ത് തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് 80% ഈ നൂഡിൽസിനെ നമ്മൾ വേവിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത്. ഫുള്ള് ബോയിൽ അല്ല ആക്കണത്, 80% മാത്രം. അത് ആ തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ ഇട്ട് അത് റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ്. ഇത് പൊടിക്കണം മാഡം, ഈ നൂഡിൽസ് പൊടിക്കണ്ട.
ओके तो अगर घर में ज्यादा मेंबर है तो ज्यादा नूडल्स भी उबाल सकते हैं। मैं 2 पैकेट्स नूडल का आपको यहाँ पर मेजरिंग दिखाया है, थोड़ी सी मात्रा बढ़ाकर। आप लोग ज्यादा भी बना सकते हैं। इसको दबाकर देखिएगा कि ये सॉफ्ट कितने हुए। तो अभी थोड़ा और बॉईल होना बाकी है, सिर्फ 80% तक। आसानी से ना टूटे ऐसे, है ना, बिल्कुल फूल नहीं जाने चाहिए। നമ്മൾ ഫുള്ളായിട്ട് അത് വേവിച്ചെടുക്കണ്ടെന്നാണ് പറയണത്. മാഡം ഇപ്പൊ തന്നെ നൂഡിൽസ് പൊക്കി കാണിച്ചു. അത് നമ്മൾ പൊടിച്ചതിന് ശേഷം അല്ല ചേർത്തിരിക്കണേ. നമുക്കൊന്ന് സോഫ്റ്റ് ആയത് കണ്ടു കഴിഞ്ഞാൽ നമുക്കത് വേവിക്കൽ നിർത്താം, എന്നിട്ട് അത് നീക്കി വെക്കാം എന്നാണ് മാഡം ഇപ്പൊ നമ്മളോട് പറഞ്ഞത്. ക്യാമറകൾ ഇപ്പോഴും ഒത്തിരി പേരുടെ ഓൺ അല്ല കേട്ടാ. देखिए, तो आज मैं आपको एक टेक्निक सिखाने वाली हूँ जिसे फ्लैम्बे कहते हैं। तो मेरी टीम मेंबर ने सच में यहाँ आग लगा दी। ഓക്കെ ഓക്കെ മാം. तो आज मैं आपको फ्लैम्बे की टेक्निक सिखाऊंगी अनियन गार्लिक नूडल्स में, जो किचन के अंदर फायर वाला जो इफेक्ट लाते हैं नूडल्स के अंदर, वो सिखाऊंगी। ഓക്കെ ഓക്കെ മാം. നമ്മുടെ നൂഡിൽസ് നല്ല ഇതായി തുടങ്ങിയിട്ടുണ്ട്, സോഫ്റ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി ആ വെള്ളം ഊറ്റിക്കളയണം. നമ്മളൊരു ബൗള് വെച്ചു, ബൗളിലേക്ക് വെള്ളം വരുന്ന രീതിയിൽ അരിപ്പയിലേക്ക് നമ്മൾ അത് അരിച്ചൊഴിക്കുകയാണ് ചെയ്യണത്. चलिए, तो इसको हम लोग अच्छे से नूडल्स को स्ट्रेन कर लेंगे। फिर इसके ऊपर आरसीएम का हेल्थ गार्ड ऑयल 30 ml डालकर रखेंगे। ഇനി നമ്മളിങ്ങനെ ഊറ്റി വെച്ചിരിക്കുന്ന നൂഡിൽസിലേക്ക് 30 ml RCM റൈസ് ബ്രാൻ ഓയിൽ ഒഴിച്ചു വെക്കണം. പിന്നെ മാഡം ഒരു കാര്യം പറഞ്ഞത്, നമ്മുടെ വീട്ടിൽ 2 പേരേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ 2 നൂഡിൽസ് എടുത്താൽ മതി. പക്ഷെ നമുക്ക് കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് അളവ് കൂട്ടാം. ഓക്കെ, അങ്ങനെ ഒരു കാര്യം പറഞ്ഞു. അപ്പൊ നമ്മളിപ്പോ തൽക്കാലം മാമിന്റെ ഒപ്പം അല്ലെങ്കിൽ അളവുകൾ മാറിപ്പോവും. അപ്പൊ നമ്മൾ ഇതൊന്ന് എഴുതി വെക്കും കൂടി ചെയ്യുകയാണെങ്കിൽ ഒത്തിരി നല്ലതാണ്. ഊറ്റി വെച്ചു, ഊറ്റി വെച്ചതിന്റെ മുകളിലേക്ക് റൈസ് ബ്രാൻ ഓയിൽ ഒഴിച്ച് അത് ഇതാ മിക്സ് ചെയ്ത് കൊടുക്കുന്നു. ഇതിന്റെ अब ഒപ്പം ऐसा करने से ചെയ്യുന്നത് आप कितनी भी देर बाद नूडल्स को पकाएंगे, नूडल्स खिला खिला रहेगा। तो जो रेस्टोरेंट होते हैं उसमें नूडल्स को बॉईल करते हैं, फिर ऑयल लगाकर उसे फैला कर रख देते हैं। നമ്മൾ റെസ്റ്റോറന്റിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് നൂഡിൽസ് ഇങ്ങനെ ആകെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന പോലെയൊക്കെ തോന്നാം. അപ്പൊ നമ്മുടെ നൂഡിൽസ് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നൂഡിൽസിലേക്ക് എന്താണ് ചെയ്യണത്, ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല എന്താ പറയാ, അപ്പൊ കുറച്ചും കൂടി ആ എണ്ണമയം അതില് ചേരും. അപ്പൊ നമുക്ക് അതിനനുസരിച്ച് അത് നല്ല രസമായിട്ട് നമുക്ക് ഓരോന്നായിട്ട് നീക്കിയിടാനായിട്ട് സാധിക്കും. കുക്ക് चलिए, तो अब ചെയ്യുന്നവരും हम लोगों को क्या करना है, यहाँ पर हमें सबसे पहले पैन को गर्म होने रख देना है। तो धीमी आंच पर रख देते हैं, तब तक फटाफट यहाँ इंग्रेडिएंट्स अरेंज कर देते हैं जो जो यहाँ डलने वाला है। तो 2 पैकेट जो नूडल्स के शीशे हैं अनियन गार्लिक नूडल्स में, वो पैकेट्स कट करके रख दीजिए। ये दोनों पैकेट लगेंगे। ഓക്കെ, നമ്മള് 2 പാക്കറ്റാണ്. നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി വേണം, സവാള വേണം, പച്ചമുളക് വേണം, 2 പാക്കറ്റ് നൂഡിൽസിന്റെ മസാല വേണം. അപ്പൊ അതൊക്കെ നമ്മൾ നീക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഫ്രൈ പാൻ നമ്മൾ വീണ്ടും അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ മല്ലിയില വേണം, പച്ചമുളക് വേണം, സവാള വേണം, ഇഞ്ചി വെളുത്തുള്ളി വേണം, നമ്മൾ പേസ്റ്റ് ആക്കി വെച്ചത്. പിന്നെ നമുക്ക് വേണ്ടത് അത് ഇഞ്ചി 10 ഗ്രാമും വെള്ളുള്ളി 25 ഗ്രാമും ആണ് നമുക്ക് വേണ്ടത്. സവാള വേണം, ഒപ്പം പച്ചമുളക്, മല്ലിയില, ഇത്രയും കാര്യങ്ങൾ അവിടെ അറേഞ്ച് ചെയ്ത് നമുക്ക് നീക്കി വെച്ചിട്ടുണ്ട്. इसी के साथ साथ हाफ टी स्पून या फिर अकॉर्डिंग टू योर टेस्ट आप लोग 1/4 टीस्पून भी ब्लैक पेपर पाउडर ले सकते हैं, काली मिर्च का पाउडर। ഓക്കെ, നമ്മൾ കുരുമുളക് പൊടി നമ്മുടെ ടേസ്റ്റിനനുസരിച്ച്, മാഡം ഇവിടെ ടീസ്പൂണാണ് എടുത്തത്, 1/2 ടീസ്പൂൺ. അപ്പൊ അതായത് നമുക്ക് കുരുമുളകിന്റെ ഫ്ലേവർ ആണ് കൂടി നിൽക്കേണ്ടതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് വെക്കാം. साथ ही आप लोग यहाँ पर 1/4 टीस्पून सब्जी मसाला ले लीजिए, क्योंकि हम वेजीज ऐड कर रहे हैं तो फ्लेवर इनहेंस करने के लिए। നമ്മുടെ സബ്ജി മസാലയും കൂടി മാഡം എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഫ്ലേവർ നല്ല രസമായിട്ട് വരുന്നതിന് വേണ്ടി, നമ്മൾ കഴിക്കുന്നത് അല്ലെ, നമ്മൾ നല്ല ടേസ്റ്റിൽ വരാൻ നമുക്ക് നമ്മുടെ സബ്ജി മസാലയും കൂടി നമ്മൾ കുറച്ച് റെഡിയാക്കി അവിടെ വെച്ചിട്ടുണ്ട്.
बिल्कुल थोड़ा सा 2 पिंच के आसपास सॉल्ट उप्पू ले लीजिए। ഉപ്പ് നമ്മുടെ ഓൾറെഡി മസാലയിൽ ഉണ്ടെന്ന് നമുക്കറിയാം. പക്ഷെ നമ്മൾ ഇതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് വേറെ, സവാള വരുന്നു, പച്ചമുളക് വരുന്നു, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ വരുമ്പോൾ ഉപ്പ് കുറഞ്ഞു പോവാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇടാനായിട്ട് 2 നുള്ളു ഉപ്പും കൂടി അവിടെ റെഡിയാക്കി വെക്കാമെന്നാണ് മാഡം ഇപ്പോൾ പറഞ്ഞത്. अगर आपको स्पाइसी पसंद है तो 2 to 3 पिंच आप यहाँ पर मुलग पुड़ी रेड चिली पाउडर ले लीजिए। ഇനി നമുക്ക് നമ്മുടെ സ്പൈസ്, നമ്മുടെ എരിവ് നമുക്ക് പോരാ എന്നുള്ളവരാണെങ്കിൽ, വലിയവർക്ക് കുറച്ച് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മുളക് പൊടി ഒരു 2 ഗ്രാമോളം നമുക്ക്, അല്ലെങ്കിൽ 1/2 സ്പൂൺ നമുക്ക് മുളക് പൊടി അവിടെ എടുത്ത് വെക്കാം. ഒപ്പം നമ്മളോട് സോയാ സോസ് പറഞ്ഞിട്ടുണ്ട് അല്ലെ, വിനാഗിരി പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ മാഡം എടുത്ത് വെച്ചിട്ടുണ്ട്. മാഡം നമുക്കത് പറഞ്ഞു തരും. तो ये 1 टीस्पून जो है आप विनेगर ले लीजिए 7 ml के आसपास। നമുക്ക് 1 സ്പൂൺ വിനാഗിരി നമ്മൾ റെഡിയാക്കി മാഡം ദാ ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് വെക്കുന്നുണ്ട്, മെഷറിംഗ് കപ്പിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. अभी जिसके पास विनेगर नहीं है वो लोग लेमन जूस भी यूज में ले सकते हैं। വിനാഗിരി കിട്ടാനില്ലാത്തവര് നമ്മുടെ ചെറുനാരങ്ങ പിഴിഞ്ഞ് വെച്ചാലും മതി. ചെറുനാരങ്ങ അത് എടുത്താലും അത് പിഴിഞ്ഞ് അതിന്റെ ജ്യൂസ് 1 സ്പൂൺ നീക്കി വെച്ചാലും മതി. 1 സ്പൂൺ സോയാ സോസ് नहीं है तो इसे अवॉइड कर सकते हैं, क्योंकि इसका सब्स्टिट्यूट मैं नहीं बता सकती अभी, तो इसको हटा सकते हैं। अगर नहीं है तो होगा तो अच्छा फ्लेवर आएगा मार्केट जैसा। ഓക്കെ മാം. അതായത് ഇനി നമ്മുടെ കയ്യിൽ സോയാ സോസ് ഇല്ല എന്നുണ്ടെങ്കിൽ അതിനിപ്പോ വിനാഗിരിക്ക് പകരം നമ്മൾ ചെറുനാരങ്ങ നീര് ഒഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ സോയാ സോസിന് പകരം അങ്ങനെ പറയാനൊന്നുമില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ ഇല്ലാന്ന് തന്നെ പറ്റുള്ളൂ, വേറൊന്നും നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പറയാനായിട്ട് പറ്റില്ല. പക്ഷെ സോയാ സോസ് ഒഴിക്കുകയാണെങ്കിൽ അതിനൊരു പ്രത്യേക ഫ്ലേവർ വരും, ആ ഒരു ടേസ്റ്റ് കൂടും. അപ്പൊ അതൊന്ന് നമ്മൾ നോക്കണം. നമുക്ക് 50 ml ബ്രാൻ ഓയിൽ മാം ഒഴിച്ചിട്ടുണ്ട്. നമ്മുടെ ഫ്ലെയിം ഓൺ ആയിട്ടുണ്ട്, ഫ്രൈ പാൻ റെഡി ആയിട്ടുണ്ട്. तो 50 ml ऑयल इतना तेज गर्म करना है हमको कि अभी आप सिर्फ देखिएगा, जब मैं कर लूँ ये वाला फ्लेम्बे का जो आपको टेक्निक सिखाने वाली हूँ, देन उसके बाद आप इसको प्रोसेस में कीजिएगा, मेरे बाद बनाइएगा। तो सबसे पहले उसको करने के लिए अगर स्विच बोर्ड वगैरह आसपास है तो मत कीजिएगा। हाँ, अगर थोड़ा गैप है तो आप कर सकते हैं। फ्लेम्बे तो बहुत तेज तेल को गर्म करना है। उसके बाद हम लोग ये वर्तुल्ली इंची डालेंगे इसके अंदर, पच्चा मुलगा, उसके बाद गोल्डन होने देंगे। फिर हम लोग पानी थोड़ा सा ले लेते हैं, पानी का छींटा मारेंगे इसके अंदर, जिससे कि क्या होगा, ऑयल और पानी दोनों संपर्क में आएंगे तो उससे क्या होगा, फ्लेम लगेगा, नीचे से आग पकड़ेगा। ओवर टू यू मैम। അതായത് നമ്മളിപ്പോ എണ്ണ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഉള്ളിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് ഇടണത്. അതൊന്നൊരു ചെറിയ ബ്രൗൺ കളർ ആവുമ്പോൾ നമ്മൾ പച്ചമുളക് ആഡ് ചെയ്യും. ഇനി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, നമുക്ക് കുറച്ച് വെള്ളം വേണം. അപ്പൊ എന്ത് ചെയ്യും, എണ്ണയിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം എടുത്ത് അങ്ങോട്ട് ഒഴിക്കും. അപ്പൊ എന്തുണ്ടാവും, നമുക്ക് തീ അങ്ങോട്ട് ആളിപ്പടരും. എന്താ വെച്ചാൽ ഗ്യാസ് സ്റ്റവ് തീയിലാണ് ഇരിക്കുന്നത്, ഓൾറെഡി എണ്ണ ചൂടായിരിക്കുകയാണ്, നമ്മുടെ ഫ്ലെയിമും അത്ര ഇതായിട്ട് വരുന്നത്. അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളത്തിന് ഇപ്പൊ തൽക്കാലത്തേക്ക് ആ ഒരു ഇതിൽ നമ്മൾ ഒഴിക്കാതെ നീക്കി വെക്കുക. ഓക്കെ, എണ്ണ तेल ചൂടായിട്ടുണ്ട്. बहुत तेज गर्म हो चुका है। अभी इसमें ये वर्तुल्ली इंची डालते हैं और पच्चे मुलगा, इसे गोल्डन कलर आने देते हैं थोड़ा सा। ഇതൊന്ന് ഇട്ട് ഒരു ചെറിയൊരു ഗോൾഡൻ കളർ ആകുമ്പോൾ നമ്മൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് എണ്ണ തിളച്ചപ്പോ നമ്മൾ ഇട്ടത്. അതിനൊരു ചെറിയ ഗോൾഡൻ കളർ ആകുമ്പോൾ പച്ചമുളക് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. तो जैसे ही गोल्डन कलर आता है थोड़ा सा पानी लेंगे, അത് ചെറിയൊരു കളർ ആയി വരുന്നുണ്ട്. അപ്പൊ ചെറിയ രീതിയിൽ കുറച്ച് വെള്ളം എടുത്ത് അതിലേക്ക് നമ്മൾ ഒഴിക്കാനായിട്ട് പോവാണ്. ഓക്കെ, കണ്ട നമ്മള് ഈ ഹോട്ടലുകളിലൊക്കെയാണ് ഇങ്ങനെ കണ്ട ഫ്ലം ചെയ്യുന്നത് ഫ്ലം ചിക്കൻ എങ്ങനെയാന്ന് മാം കാണിച്ചു തന്നു. യെസ്, അതാണ്. അപ്പൊ കുറച്ച് വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ കണ്ട പെട്ടെന്ന് തന്നെ ആ ഫ്ലെയിം ഓക്കെ ആയിട്ട് വന്നു. അപ്പോഴാണ് നമ്മൾ ഈ ഹോട്ടലുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കയ്യിലിട്ട് തന്നെ ഇതാക്കി എടുക്കണത്. സോ ആ ഒരു സംഭവമാണ് മാഡം ഇപ്പൊ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. तो अभी सॉल्ट डाल देंगे, मुलग पुड़ी जो हमने निकाला था वो डाल देंगे, साथ ही सब्जी मसाला थोड़ा सा, ब्लैक पेपर पाउडर और विनेगर सोया सॉस डालेंगे।
ഓക്കെ, നമ്മള് ഉപ്പിട്ടു, മുളക് പൊടി ഇട്ടു, പിന്നെ നമ്മളോട് പറഞ്ഞത് സബ്ജി മസാല പറഞ്ഞു, കുറച്ച് കുരുമുളക് പൊടി പറഞ്ഞു, ഇതൊക്കെ ഇട്ടു. സോയാ സോസും വിനെഗറും നീക്കി വെച്ചിരുന്നു, അതും കൂടി നമ്മൾ ഇട്ടു. ഇതാ കണ്ട മാഡം, നമ്മളെ നേരത്തെ കാണിച്ചു തന്നത് തന്നെ വീണ്ടും ഇപ്പൊ കാണിച്ചു തന്നിരിക്കുകയാണ്. സൂപ്പർ മാം, അടിപൊളി. तो बस इस तरह से इसको पूरा आग का इफेक्ट अगर अंदर आ जाता है तो एक एरोमा आने लगता है फायर का, उसे फ्लेम्बे कहते हैं। तो ये टेक्निक कीजिएगा, नूडल्स में बहुत अच्छा टेस्ट डेवलप हो जाएगा। अभी इसी स्टेज पर जो हमने यहाँ नूडल्स रखे थे 80% तक कुक, उसे ऐड करेंगे, मिक्स करेंगे, फिर दोनों नूडल्स मसाला डालेंगे और इसे अच्छे से हम लोग सर्व कर देंगे। ഓക്കെ മാം, അതായത് ഇപ്പൊ നമ്മളോട് ഇവിടെ നമ്മള് സാധാരണ രീതിയിൽ നൂഡിൽസ് ഉണ്ടാക്കുമ്പോ പാത്രത്തിന്റെ ഉള്ളിലാ, പക്ഷെ ഒരു ചെറിയ രീതിയിൽ വെള്ളം നമ്മൾ ഒഴിച്ചു കഴിഞ്ഞാൽ ആ ഫ്ലെയിം നേരിട്ട് പാത്രത്തിന്റെ അകത്തേക്ക് വരുന്ന ഒരു എഫക്റ്റ് കിട്ടുന്ന, ആ തീയെ പാത്രത്തിന്റെ അകത്തേക്ക് വരുന്നത്. അപ്പൊ എന്തുണ്ടാവും, കൂടുതൽ നല്ല രീതിയിൽ നല്ല ടേസ്റ്റ് ഫ്ലെയിമിൽ നമ്മുടെ നൂഡിൽസ് വേവാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. അതാണ് ഫ്ലം ചിക്കൻ എന്നുള്ള ഇതാണ് മാം, ഫ്ലം ബേൺ ആണ് പറഞ്ഞത്. അപ്പോ ആ ഫ്ലെയിമിൽ നമ്മൾ ബേൺ ചെയ്തെടുക്കണത് ആ ഒരു രീതിയിൽ നമ്മൾ ചെയ്ത് ഓക്കെ ആക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ 80% കുക്ക് ചെയ്ത് വെച്ചിരുന്ന നൂഡിൽസ് ആഡ് ചെയ്തു. ഒപ്പം നമ്മള് മസാലകൾ 2 പാക്കറ്റ് ഉണ്ടായിരുന്നു, 2 നൂഡിൽസിന്റെ, അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായി നമ്മൾ അത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ. तो जब भी हम लोग इंडियन, चाइनीज या एशियन क्यूजिन में खाना बनाते हैं तो पहले बहुत तेज गैस का फ्लेम रहता है जिसमें आग लगने का इफेक्ट आ जाता है। उसके बाद जब सारे मसाले या सॉस मिलाते हैं तो गैस का फ्लेम स्लो कर देते हैं। तो अभी बिल्कुल स्लो फ्लेम पर है ये गैस। ഇങ്ങനെ നമ്മൾ ഫ്ലെയിം ചെയ്ത് വെച്ചിട്ട് ഇതൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ അത് റെഡിയാക്കി എടുക്കാൻ. കാരണം ഈ ഹൈ ഫ്ലെയിമിൽ വന്നു കഴിഞ്ഞാൽ അതിൽ പെട്ടെന്ന് അത് എന്താ പറയാ ഡ്രൈ ആയി പോവും. പക്ഷെ നമുക്ക് ഇനി ഇതിന്റെ ടേസ്റ്റ് ഒക്കെ ഇതിൽ പിടിക്കണം എന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ മിക്സിംഗ് ഒക്കെ നടത്തണം. उसके बाद फिर से जब सारे मसाले मिल जाते हैं तो गैस का फ्लेम फिर से हाई करते हैं, आग लगने जैसा इसको बार बार इस तरह से टोस्ट करते हैं, ये टेक्निक होता है। और दूसरी चीज, अगर आपके पास स्प्रिंग अनियन है तो बहुत बढ़िया है, इस वाले नूडल्स के अंदर बहुत अच्छा फ्लेवर आता है। मेरे पास अभी स्प्रिंग अनियन नहीं है तो मैंने नॉर्मल अनियन डाला है। ഓക്കെ, നമ്മുടെ സ്പ്രിംഗ് ആണിയൻ സൂപ്പർ ആണെന്നാണ് മാഡം പറയണത്. നമുക്കറിയാം അല്ലെ, നമ്മുടെ ഉള്ളിത്തണ്ട് ആ സംഭവം കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ ഒരു പ്രത്യേക ഫ്ലേവർ ആണ് പറയണത്. പക്ഷെ മാഡത്തിന്റെ കയ്യിൽ സാധാരണ ഒനിയനാണ് ഉള്ളത്, സവാളയാണ് മാഡം ഇടുന്നത് നമ്മൾ കണ്ടത്. അപ്പോ ഉള്ളത് കൊണ്ട് അത് ഇട്ടു. അതല്ല സ്പ്രിംഗ് ആണിയൻ ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി ടേസ്റ്റി ആവുന്നതാണ് മാഡം ഇപ്പൊ പറഞ്ഞത്. നമ്മുടെ മിക്സിംഗ് ഒക്കെ ഇപ്പോ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ പ്രാവശ്യം നമ്മൾ ഇത് കുക്ക് ചെയ്ത് കഴിയുമ്പോഴും മാം അവിടെ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതും കൂടി നമ്മൾ ശ്രദ്ധിക്കണം. ഇതും നമ്മുടെ കുക്കിങ്ങിന്റെ ഒരു ഭാഗമാണ്. ബിക്കോസ് വി ഷുഡ് ബി പ്രൊഫഷണൽ. നമ്മളൊരു പ്രൊഫഷണൽ സ്റ്റൈലിൽ ഒരു പ്രൊഫഷണലിനെ കൊണ്ടാണ് നമ്മൾ കൊണ്ട് നമ്മൾ അത് ശ്രദ്ധിക്കണം. अभी इसी स्टेज पर अगर आपको इसको फ्लेवर दूसरा देना होता है तो जब हम सॉस डाल रहे होते हैं तो आरसीएम में बहुत अच्छा सिजवान चटनी आता है। अगर आपको सिजवान फ्लेवर के नूडल्स बनाने हैं तो सिजवान चटनी ऐड कर दीजिए। अगर इसको अभी पिज्जा का फ्लेवर देना है तो पिज्जा का हर्ब्स बना दीजिए। इस तरह से आप अलग अलग फ्लेवर्स भी डालकर अलग अलग नूडल्स मतलब की रेसिपीज बना सकते हैं। അതായത് നമുക്ക് പിസ്സയുടെ ടേസ്റ്റിൽ വേണമെന്നുണ്ടെങ്കിൽ പിസ്സയുടെ ആ ഫ്ലേവർ അതിൽ ആഡ് ചെയ്യാം. ഷിസ്വാൻ ചട്നി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫ്ലേവറിലാണ് നമുക്ക് കിട്ടുക. ഇതിപ്പോ നമ്മുടെ സാധാരണ നൂഡിൽസ് ആണ് വന്നിരിക്കുന്നത്, ഗാർലിക് ഓണിയൻ നൂഡിൽസ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾക്ക് ഏത് ടേസ്റ്റ് ആണോ വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ ഫ്ലേവറുകൾ, ഇപ്പൊ ചട്നി ആണെങ്കിലും പിസ്സയുടെ ആണെങ്കിലും ഷിസ്വാൻ ആണെങ്കിലും ഏതാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ ആ ഫ്ലേവറിൽ നമ്മുടെ നൂഡിൽസ് വരും എന്നാണ് മാം പറഞ്ഞത്. അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും വെറൈറ്റി സ്റ്റൈലുകൾ വരണം എന്നുണ്ടെങ്കിൽ ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് തന്നെ, പക്ഷെ നമ്മൾ അതിൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങൾ, അത് പിസ്സ ആണ് വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഫ്ലേവറിന് ഉള്ളത് ആഡ് ചെയ്യാം. സിഷുവാൻ ചട്നി ആണെങ്കിൽ അതിന്റെ നമുക്കത് കിട്ടും, അപ്പൊ അത് ആഡ് ചെയ്യാം. चलिए, तो अच्छे से बनकर तैयार है। अब इसे सर्व करते हैं हम लोग, फिर बढ़ते हैं अगली रेसिपी की तरफ। അപ്പൊ നമ്മള് നമ്മുടെ അടുത്ത റെസിപ്പി റെഡിയാക്കാനുള്ള കാര്യങ്ങൾ തയ്യാറാക്കാനായിട്ട് പോവാണ്. ഇവിടെ ഇപ്പൊ നമ്മുടെ ഇത് റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്.
പായസം കഴിഞ്ഞ് എത്ര പേര് നൂഡിൽസ് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്? ഡിംപിൾ മാം, അശ്വിനി മാമിന്റെ ചട്ടിയിലൊന്നും കാണുന്നില്ല കേട്ടോ. അജിത जी മാം, ഓക്കെ ഓക്കെ ഓക്കെ, യെസ് ഓക്കെ മാം, ഓവർ ടു യു. तो बस इसे सर्व करेंगे। ऊपर से थोड़ा सा मल्लीला अगर है या स्प्रिंग अनियन है तो उसे ऐड कर दीजिए गार्निश करने के लिए। നമ്മള് ബൗളിലേക്ക്, സെർവിങ് ബൗളിലേക്ക് നൂഡിൽസ് മാറ്റി. ഇനി അതില് മല്ലിയിലയോ അതുപോലെ തന്നെ നമ്മുടെ സ്പ്രിംഗ് ആണിയൻ നമ്മൾ പറഞ്ഞൂല്ലേ, ഉള്ളിത്തണ്ടോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി വെച്ചിട്ട് അതിനൊന്ന് ഗാർണിഷ് ചെയ്യുകയാണെങ്കിൽ സൂപ്പർ ആണെന്നാണ് മാം ഇപ്പോൾ പറഞ്ഞത്. ഞാൻ അതേ സ്കൂളിൽ എടുത്തേക്കോ അന്നേരം ഇപ്പത്തോ താഴെയുള്ള ബാബ നമ്മുടെ കൂടെ മല്ലിയിലയാണ് ഉള്ളത്. മല്ലിയില വെച്ചിട്ട് അത് ഗാർണിഷ് ചെയ്യുന്നുണ്ട് മാം. അപ്പൊ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. രണ്ടാമത്തെ ഓണിയൻ ഗാർലിക് നമ്മുടെ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. എനിക്കെല്ലാം ആരും സപ്പോർട്ട് ഇല്ലാണ്ട് നമ്മൾ ഇതിലെത്തി. കാരണം വീട്ടിൽ ആരും സപ്പോർട്ട് ഇല്ല. ഭർത്താവ് പറഞ്ഞ എല്ലാവരും തട്ടിപ്പാണ് അങ്ങനെ ഞാൻ ആദ്യം പറയും. മാം യെസ്, പറയൂ. ഞാന് കിച്ചണിൽ ഉണ്ടാക്കാൻ പോയിന് അപ്പൊ അവിടെ റേഞ്ച് ഇല്ലായിട്ട് കട്ടായി പോയി. ഞാൻ മറ്റേ നമ്മുടെ പായസം മാത്രം റെഡിയാക്കി, മറ്റേത് നൂഡിൽസ് തിളപ്പിച്ച് വെച്ചിട്ടേ വേറെ എന്തൊക്കെ ചെയ്തെന്ന് അറിയില്ല. അന്ന് കട്ടായി പോയി. ഇപ്പഴാ ഓണായത്. കുഴപ്പമില്ല മാഡം. നമ്മുടെ ഈ പീസുകളാക്കിയിട്ട് പാലിലിട്ടു. മൂന്നാമത്തെ പറയണത് നമ്മളൊരു ഗോൾഡൻ കളർ രീതിയിൽ നമ്മളൊന്ന് നന്നായി ഡ്രൈ ആയിട്ട് ഫ്രൈ, നല്ല രീതിയിൽ തന്നെ ഒരു ഡീപ്പ് ഫ്രൈ ആയിട്ട് നമ്മുടെ നൂഡിൽസിനെ ഫ്രൈ പാനിലിട്ട് നമ്മൾ റെഡിയാക്കി എടുക്കണം. അപ്പൊ അതിന് വരുന്നത് അത് നല്ല കട്ടിയാവും ചെയ്യും, നല്ല ടേസ്റ്റ് ആവും ചെയ്യും. അതിലെല്ലാ ഇൻഗ്രീഡിയൻസും പെട്ടെന്ന് പിടിച്ച് സൂപ്പർ ടേസ്റ്റിലായി വരാനായിട്ട് ഈ ചെറുതാക്കി വെച്ചതിനെ നമ്മളൊന്ന് ഫ്രൈ ചെയ്ത് എടുത്താൽ നല്ലതാണെന്നാണ് മാം ഇപ്പോൾ നമ്മോട് പറഞ്ഞത്. तो अभी आप यहाँ पर 2 पिंच रेड चिली पाउडर ले लीजिए, 2 पिंच उप्पू ले लीजिए, सॉल्ट ഉപ്പ് 2 നുള്ള് വേണം. അതുപോലെ തന്നെ 2 നുള്ള് മുളക് പൊടി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 2 നൂഡിൽസിനെ ക്രഷ് ചെയ്ത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. साथ ही साथ आप जलजीरा पाउडर है तो जलजीरा, नहीं तो मैं तो यहाँ पर आरसीएम का जलजीरा पाउडर यूज करूंगी। अगर नहीं है तो चाट मसाला भी आप 1 टीस्पून यूज में ले सकते हैं। ഓക്കെ, നമ്മൾ ചാറ്റ് മസാല എന്നതിന് പകരം നമ്മുടെ ആർസിഎമ്മിന്റെ ജലജീരയാണ് മാം ഇവിടെ ഉപയോഗിക്കുന്നത്. ജലജീര ഇല്ല, മീൻസ് ചാറ്റ് മസാല എന്നുള്ളതിന് പകരം നമ്മളിവിടെ ജലജീരയാണ്. ജലജീര നമുക്ക് ഒത്തിരി നമ്മുടെ വയറിനും നല്ലതാണ്, ഹെൽത്തി ആയിട്ടുള്ള ഒരു സംഭവമാണത്. അതുകൊണ്ട് ചാറ്റ് മസാലയ്ക്ക് പകരം നമ്മളിവിടെ ജലജീരയാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പൊ മുളക് വെച്ചു, ചാറ്റ് മസാല വെച്ചു, ഉപ്പ് വെച്ചു, നൂഡിൽസിനെ പൊടിച്ചു വെച്ചു, ഇൻഗ്രീഡിയൻസ് പാത്രത്തിൽ മല്ലിയില വന്നിട്ടുണ്ട്, തക്കാളി ഉണ്ട്, ഇഞ്ചി ഉണ്ട്, സോറി നമ്മുടെ സവാള ഉണ്ട്, പച്ചമുളകും ഉണ്ട്. साथ ही हम लोग आरसीएम का केचप यूज में ले लेंगे। 70 ग्राम ले लीजिए, 50 to 70 ग्राम के बीच में। 50 തൊട്ട് 70 ഗ്രാം വരെ നമ്മുടെ ആർസിഎമ്മിന്റെ കെച്ചപ്പും കൂടി നമ്മൾ അവിടെ എടുത്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. तो ये जो 2 रेसिपी मैंने आपको बता दिया नूडल्स भेल बनाने का, अगर इसके अंदर आप कडाला बॉईल किया हुआ या पीनट्स वगैरह ऐड करना चाहते हैं तो वो ऑप्शनल है, आपकी इच्छा, आप ऐड कर सकते हैं। या कोई और वेजिस लाइक कैरेट वगैरह है, क्यूकम्बर है, खीरा गाजर वगैरह भी ऐड कर सकते हैं। അതായത് നമുക്കിനി ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ കടല ചേർക്കണമെന്നുണ്ടെങ്കിൽ കടല ചേർക്കാം, പരിപ്പ് ചേർക്കണമെങ്കിൽ പരിപ്പ്, കപ്പലണ്ടി വേണമെന്നുണ്ടെങ്കിൽ കപ്പലണ്ടി. ഇനിയിപ്പോ അതല്ല, നമുക്ക് ചീര അല്ലെങ്കിൽ പച്ചക്കറികൾ എന്തെങ്കിലും നമ്മൾ എന്താ പറയുക നൂഡിൽസ്, ക്യാരറ്റ് പോലുള്ളത് ചേർക്കണമെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാമെന്നാണ് പറഞ്ഞത്. മാഡം ഉടച്ചു വെച്ചിരിക്കുന്ന നൂഡിൽസ് ആണ് പാനിൽ ഇടണേ. അത് കയ്യിലിട്ടിട്ട് ഉറപ്പ് വരുത്തുന്നുണ്ട്. കണ്ട, കട്ടകളൊന്നുമില്ല, പൊടിഞ്ഞു പൊടിഞ്ഞാണ് കിടക്കണേന്നുള്ളത് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് മാഡം അതിലേക്ക് ഇടുന്നത്.
तो ये वो दोनों रेसिपी है जो आप घर के लिए बना सकते हैं। लेकिन अगर मेरे एडवांस क्लासेस जो नेक्स्ट मंथ लगेगा 7 डेज का होता है, अगर उसमें आते हैं तो हम इसका वो रेसिपी सिखाएंगे जो आप किसी भी फेस्टिवल में या फिर बल्क क्यूजीन के अंदर किसी भी इवेंट में लगा सकते हैं। और ज्यादातर देश में कई लोग लगाकर उससे पैसा कमा रहे हैं। तो चाइनीज कोल्ड नूडल्स का भेल बनता है, वो वाला रेसिपी मेरा एडवांस क्लासेस में सिखाया जाता है। ഓക്കെ മാം, താങ്ക് യു. ചൈനീസ് നൂഡിൽസ് ഗോൾഡ് എന്നുള്ള സംഭവമാണ് നമ്മളെ പഠിപ്പിച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു റെസിപ്പി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു മീറ്റിംഗ് നടക്കുമ്പോ അല്ലെങ്കിൽ ഒരു ഇവന്റ് ഫെസ്റ്റിവൽസ് ഒക്കെ വരുമ്പോ നമുക്ക് കുറെ ഉണ്ടാക്കാനായിട്ട് നമുക്ക് കാശ് കുറവില് കുറെ ഉണ്ടാക്കി സെയിൽ ചെയ്യാനുള്ള ഒരു മാർഗം കൂടിയാണ് മാഡം ഇവിടെ പറയുന്നത്. അപ്പൊ നമുക്ക് പൈസ PV നമുക്ക് കിട്ടണം അല്ലെ, അതാണ് നമ്മുടെ ബിസിനസ്. പൈസയും കൂടി കിട്ടാനുള്ള ഒരു മാർഗമാണ് മാഡം ഇവിടെ പറയുന്നത്. അപ്പോ ഒത്തിരി ആൾക്കാർക്ക് ചെലവ് കുറഞ്ഞ രീതിയിൽ എന്നാ സൂപ്പർ ആയിട്ടുള്ള ഒരു സമൃദ്ധമായിട്ടുള്ള ഒരു ഭക്ഷണം, നമുക്ക് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ഭക്ഷണം നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ് മാഡം ഇവിടെ പറഞ്ഞത്. तो यहाँ तक तो बात हो गई हम लोग कैसे क्लासेस अटेंड कर रहे हैं। लेकिन जैसे कि RCM में जगह जगह हर थोड़े दिन में इवेंट होता है, आपके यहाँ भी बहुत सारे इवेंट्स होते हैं। तो 10 रुपए का एक छोटा वाला 40 ml या 50 ml वाला ले सकते हैं। 50 to 60 ml भी लेंगे तब भी कप इतना बड़ा लेकर गुड सिप दे सकते हैं। आप घर से तैयार करके ले जाइए ठंडे पानी में, गुड सिप का ड्रिंक दे सकते हैं। उसी के साथ साथ 20 to 30 रुपीज में इतना बड़ा जो हमारा डिस्पोजेबल प्लेट आता है, उसके अंदर आप ये नूडल्स भेल जो मेरा चाइनीज कोल्ड नूडल्स है उसका तैयारी मैं अभी आपको बताती हूँ वर्बली। देन उसको अगर सीखना है तो मेरा एडवांस क्लासेस में आएगा, वो तैयारी करके भी वहाँ पे 20 to 30 रुपीज में प्लेट्स आप सर्व कर सकते हैं। तो बहुत अच्छा कॉम्बिनेशन होता है चाइनीज कोल्ड भेल का, साथ साथ इसका ഓക്കെ, അതായത് നമ്മളിവിടെ ക്ലാസ് ILCT കൂടി എന്ന് പറഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ കയറി ഇരിക്കുകയല്ല വേണ്ടത് അല്ലെ. നമുക്ക് എല്ലാവർക്കും നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്യണം. മാഡം പറയണത് ഗുഡ് സിപ്പിന്റെ ഒരു പാക്കറ്റ് എടുക്കുക, അത് ഒരു 60 ml ചെറിയൊരു ഡിസ്പോസിബിൾ ഗ്ലാസ്സിൽ എടുക്കുക. അതുപോലെ നൂഡിൽസ് ബേൾ ഉണ്ടാക്കിയിട്ട് ഇതും നമ്മളൊരു നമ്മുടെ ചെറിയ ഡിസ്പോസിബിൾ പ്ലേറ്റ്, നമ്മുടെ കയ്യിൽ ഒതുങ്ങാവുന്ന ഒരു പത്തിയോളം പോകുന്നത്, അതിൽ നമുക്കൊരു 20-30-40 ഗ്രാമേ അതിൽ കൊള്ളുള്ളൂ. 60 ml ഗുഡ് സിപ്പും കൂടിയിട്ട് നമുക്കൊരു 30 രൂപയ്ക്ക് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, മീൻസ് നമ്മളുടെ പ്രോഡക്റ്റ് നമ്മൾ ഷെഫായിട്ട് നമ്മൾ പഠിച്ച് നമ്മൾ സെർവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു നല്ലൊരു ഇവന്റിൽ, നമുക്ക് ഒത്തിരി ഓഡിയൻസ് ഉള്ള ഒരു ഇവന്റിൽ നമുക്കിത് സെയിൽ ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് പൈസ കിട്ടാനായിട്ടുള്ള ഒരു മാർഗം ഉണ്ട് എന്നാണ് മാഡം ഇവിടെ പറഞ്ഞത്. താങ്ക് യു ഫോർ ഹിയർ ദിസ് സൂപ്പർബ് ടിപ്പ് മാം. താങ്ക് യു മാം. थैंक यू वेरी मच मैम। तो देश भर में कई सारी महिलाएं अब जो RCM से हैं वो अपना छोटा सा भी स्टॉल लगाते हैं, जैसा कि हमने आपको वीडियोस बताए थे, और वहां पर इंस्टेंटली 2500 से 3000 रुपये का कमाई ले लेते हैं, क्योंकि बहुत सारा क्राउड रहता है। 1 घंटे के भीतर जैसे मीटिंग छूटता है उनका सारा जो फूड है वो सोल्ड आउट हो जाता है। അതായത് നമ്മൾ ഓരോ മീറ്റിങ്ങുകളുടെ അവിടെ 1 മണിക്കൂറിലൊക്കെ ആ വന്നിരിക്കുന്ന ആൾക്കാരുകൾക്കുള്ള ഫുഡ് അവിടെ കിട്ടാത്ത സാഹചര്യത്തില് 1 മണിക്കൂറിൽ ഒരു 200 പേർക്കൊക്കെ നമുക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ഒരു 25-30 രൂപ വെച്ച് ഒരു പ്ലേറ്റിൽ എന്ന് പറഞ്ഞൊന്ന് ആലോചിച്ച് നോക്കി, 200 പേർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വളരെ വലിയൊരു എമൗണ്ട് ആണ്. കാരണം നമുക്കൊരു നൂഡിൽസ് 70 ഗ്രാം ഉണ്ട്, അത് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വരുമ്പോൾ ഏകദേശം 100 വരും. അതായത് ഒരെണ്ണം കൊണ്ട് നമുക്ക് 2.5 നൂഡിൽസ് കുക്ക് ചെയ്ത് അതും ഒരു ഗുഡ് സിപ്പും കൂടി കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു വലിയ ഇവന്റില് നമുക്ക് നമ്മുടെ ഒരു പ്രസൻസ് അവിടെ കാണിക്കാം അല്ലെ. ഒരു ഷോ ഓഫിനുള്ള ടൈം ഉണ്ട്, ഒപ്പം നമുക്ക് ക്യാഷ് കിട്ടാനായിട്ട് നമ്മൾ ഏകദേശം ഒരു 500 രൂപയുടെ എക്സ്പെൻസില് ഒരു 8000 രൂപയുടെ ബിസിനസ് ആണ് മാം ഇവിടെ നമുക്ക് അവതരിപ്പിച്ചു തന്നത്. 500 से 8000 के ബിസിനസ്. സൂപ്പർ മാം. അപ്പൊ നമ്മള് വെറുതെ ഇരുന്നാൻ പറ്റില്ല, നമ്മള് ഇതിനു വേണ്ടിയിട്ട്, അതായത് സിമ്പിൾ ആണ് നമ്മുടെ സ്റ്റെപ്സ് അല്ലെ. നമുക്കൊരു ഗ്യാസ് വേണം, ഒരു പാൻ വേണം, अभी जिन ഓഡിയൻസിനനുസരിച്ച് അത് महिलाओं के കൂടുതലാണ്. पास सॉरी ഓക്കെ മാം, ഓക്കെ. एग्जैक्टली जी, जिन महिलाओं के पास समय नहीं है कि मीटिंग अटेंड करना है, तो उसका तैयारी अब मैं बोलती हूँ आपको, वो करके किसी भी बच्चे को भी बिठा देंगे ना आप, मतलब कि 13-14 इयर्स का अपने घर से, क्योंकि जो स्टॉल्स मेरा फीमेल संभाल रही हैं, मैंने जिनको सिखाया है वो खुद तो मीटिंग में रहते हैं RCM के, लेकिन उनकी बेटी है, बेटा है, ये लोग भी उस स्टॉल को संभाल लेते हैं, और वहां पर इंस्टेंटली सामान, आपका बैनर लगता है आपके नाम का गुड शेफ ट्रेनर का, और वो इंस्टेंटली बेचकर वहां पर पैसा भी आ जाता है, दूसरा आपका पहचान भी बनता है। അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടില് ഒരു 15 വയസ്സൊക്കെ ആയ ഒരു കുട്ടി ഉണ്ടെങ്കിൽ, ഒരു 12-15 വയസ്സായ കുട്ടിയുണ്ട്, നമുക്ക് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് പോയി മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാം. ഈ കുട്ടിക്ക് കാൽക്കുലേഷനും കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ് അല്ലെ.
അപ്പോ അവരെ നമുക്ക് സ്റ്റാളിന്റെ കാര്യം ഏൽപ്പിച്ച്, നമുക്കറിയാം ഒരു പ്ലേറ്റിന് ഒരു 25-30 രൂപ എന്ന് പറഞ്ഞാൽ വലിയൊരു കാൽക്കുലേഷൻ വരണില്ല. 4 പ്ലേറ്റിന് 100 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ബിസിനസ് നല്ല രീതിയിൽ വരുന്നുണ്ട്. അപ്പൊ ആ രീതിയിൽ നമുക്ക് അവരെ ഏൽപ്പിച്ച്, നമുക്ക് ടൈമില്ല, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാം. ഇവിടുത്തെ സെയിൽസ് നമ്മുടെ മക്കള് നോക്കിക്കോളും. അപ്പൊ മക്കൾക്ക് ഒരു പൈസ കിട്ടുന്ന കാര്യം ആയതുകൊണ്ട് അല്ലെ, നമുക്കും ഒരു വരുമാനം വരുമ്പോ നമ്മളത് അവരെയും ഏൽപ്പിക്കും. അപ്പൊ അവരും ഹാപ്പി ആവും. അപ്പൊ നമുക്ക് ടൈമും സേവ് ചെയ്യാം, മീറ്റിംഗും അറ്റൻഡ് ചെയ്യാം, ഒപ്പം കുട്ടികൾക്ക് ഒരു വരുമാനം കൂടി കൊടുക്കാന്നാണ് മാം ഇവിടെ അറിയിച്ചത്. താങ്ക് യു മാം. थैंक यू। तो आप बच्चे कैसे बना सकते हैं वो मैं आपको चीज बताती हूँ। जैसे कि आपने पूरा तैयारी ऐसा किया घर के खाने के लिए, नूडल्स भेल, ये रोस्टेड वाला हेल्दी वर्जन है, ज्यादा पार्टी के लिए बनाना है या किसी के लिए, तो इसके ब्लॉक्स को फ्राई कर लीजिए, डीप फ्राई, उसके बाद उसको तोड़ लीजिए। ये दूसरा वाला है, लेकिन अब चाइनीज फोल्ड भेल का मैं आपको रेसिपी बताती हूँ। हमने यहाँ पर नूडल्स जो बॉईल किया था 80% तक, 70 to 80% तक, सेम ऐसा ही आप उसे नमक के पानी में बॉईल कर लीजिए। ओवर टू यू मैम। ഓക്കെ മാം. അതായത് നമ്മളപ്പോ ഇത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് എല്ലാ ഇൻഗ്രീഡിയൻസും റെഡിയാക്കി തയ്യാറാക്കി നീക്കി വെക്കണം. ഉപ്പിട്ട വെള്ളത്തിലാണ് നമ്മളിത് റെഡിയാക്കി വെക്കേണ്ടത്. നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസും തയ്യാറാക്കി അവർക്കത് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, അവരത് പഠിപ്പിച്ചു കഴിഞ്ഞാൽ, കുട്ടികൾക്ക് അത് കുക്ക് ചെയ്യാനും, മീൻസ് നമ്മൾ വലിയ രീതിയിലുള്ള ഒരു ഫ്ലെയിം ഒന്നും ഇവിടെ വരുന്നില്ല, കുട്ടികളെ കൊണ്ട് തന്നെ അത് ചെയ്ത് അവർക്കും അവരിൽ ഒരു ഷെഫിനെ ഉണർത്താനും, ഒപ്പം നമുക്ക് ഡെയിലി നമ്മുടെ ആക്ടിവിറ്റീസിന് ഒരു ഹെൽപ്പും കൂടി അവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ ഡ്രൈ ഫ്രൈ ചെയ്തിരിക്കുന്ന നൂഡിൽസ് നമ്മൾ റെഡിയാക്കി വെച്ചതിന് ശേഷം, അങ്ങനെ നമ്മൾ ഒന്ന് റെഡിയാക്കി വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്കത് ഇൻസ്റ്റന്റ് ആയിട്ട് എടുത്ത് ഉപയോഗിക്കാനായിട്ടും സാധിക്കും. ഓവർ ടു യു മാം. ओके, तो देन उसके बाद बॉईल करने के बाद जैसे स्ट्रेन किया था, छाना था, छानने के बाद आरसीएम का 30 ml या जितना क्वांटिटी में ज्यादा बना रहे हो अकॉर्डिंग टू देयर, मतलब आप उसके ऊपर ऑयल को ड्रिजल कर दीजिए और अच्छे से टोस्ट कर लीजिए। ഓക്കെ, അപ്പൊ നമ്മളിത് എന്താ പറയാ, നമുക്ക് കടല ഉപയോഗിക്കാം. നമ്മൾ അത് ഈ ഡ്രൈ ചെയ്ത് വെച്ചിരിക്കണേല് നമുക്ക് നമ്മുടെ കടല ഉപ്പുള്ള വെള്ളത്തിലിട്ട് വേവിച്ച് നമ്മൾ അതെടുത്ത് ഇനി അതിലും കൂടി ഇത് മിക്സ് ചെയ്ത് നമ്മൾ നല്ല രീതിയിൽ അതൊന്ന് ഗാർണിഷ് ചെയ്ത് അടിപൊളിയാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി റിസൾട്ട് കിട്ടും. उसके बाद उसके ऊपर अरारोट या कॉर्नफ्लोर, कॉर्न स्टार्च जो होता है, मकई का स्टार्च, कॉर्न स्टार्च या अरारोट को डालकर अच्छे से ഹലോ, നെറ്റ് ഇഷ്യൂ ആണ്. നമ്മുടെ കോൺഫ്ലോർ, അത് കോൺഫ്ലോറോ അല്ലെങ്കിൽ ആരോറൂട്ടോ ഏതെങ്കിലും ഒന്ന് എടുത്തിട്ട് നമുക്ക് അതില് ആഡ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് കൊടുക്കാവുന്നതാണ്. तो वो जो नूडल्स डीप फ्राई किए हुए आप कंटेनर में रखेंगे, वो कम से कम 15 to 20 डेज आसानी से चल जाते हैं। तो किसी भी इवेंट में जाएं 50 to 20 डेज तक के लिए, वो नूडल्स अगर बच भी जाते हैं तो आप फिर से उसे अच्छे से रखकर देन अगले इवेंट में काम में ले सकते हैं। तो वो नूडल्स डीप फ्राई करके एक अच्छे से कंटेनर में, एयर टाइट कंटेनर में पैक करके रख दीजिए। വാവ്, നമ്മൾ ഡീപ് ഫ്രൈ ചെയ്തിരിക്കുന്ന നൂഡിൽസ് നമുക്കൊരു 15-20 ദിവസം, ഒരു 3 ആഴ്ചത്തേക്കൊക്കെ നൂഡിൽസ് ഒട്ടും കേടാവാതെ ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്നിപ്പോ റെഡിയാക്കി വെക്കാം. നമ്മൾ രാജഗിരിയിലത്തെ പ്രോഗ്രാം നാളെയാണ് അല്ലെ, അതായത് അടുത്ത മാസം സെക്കൻഡ് സാറ്റർഡേയിലത്തെ പ്രോഗ്രാമിനും നമുക്ക് ഇന്ന് നൂഡിൽസ് ഫ്രൈ ചെയ്ത് കുറച്ച് കൂടുതൽ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ അന്ന് വരെ നമുക്കത് ഉപയോഗിക്കാന്ന്. അത് ഒട്ടും കേടാവാതെ അത്രയും രസമായിട്ട് അത് അത്രയും സ്മൂത്ത് ആയിട്ട് ക്രഞ്ചി ആയിട്ട് തന്നെ അത് ഇരുന്നോളും എന്നാണ് മാഡം പറഞ്ഞത്. അപ്പോ നമുക്ക് നമ്മുടെ ടൈം സേവ് ചെയ്യാം. നമ്മൾ ഒരെണ്ണം ഉണ്ടാക്കുന്നതും ഒരെണ്ണം ഡീപ് ഫ്രൈ ചെയ്യുന്നതും 4 എണ്ണം ചെയ്യുന്നതും കുറച്ച് ഫ്ലെയിമേ കൂടുതൽ വരുള്ളൂ അല്ലെ. അപ്പൊ നമ്മുടെ വീട്ടിൽ ചെയ്യാവുന്ന രീതിക്ക് അനുസരിച്ച് നമ്മൾ